തമിഴ്നാട്ടിലെ മലയോര ഗ്രാമത്തിൽ ജീവിക്കുന്ന സ്കൂൾ വിദ്യാർത്ഥിനിയായ ജാനു എന്ന പെൺകുട്ടി. ജാനുവിനൊരു കാമുകനുണ്ട്. നഗരമൊന്നും അവൾ കണ്ടിട്ടില്ലാത്തതുകൊണ്ട് തന്നെ വീട്ടുകാരോട് സ്കൂളിൽ പോകുന്നുവെന്ന് കള്ളം പറഞ്ഞ് കാമുകനൊപ്പം കറങ്ങുവാനായി പോവുകയാണ്. കാമുകൻ ജാനുവിനെ കൂട്ടിക്കൊണ്ടു പോകുവാനായി എത്തിയിരിക്കുന്നത് അവന്റെ ആശാന്റെ ജീപ്പിലായിരുന്നു. ആശാനെ കണ്ടതും ജാനുവിന് വല്ലാതെ ദേഷ്യം വരും. അങ്ങനെ ദേഷ്യത്തോടെയാണെങ്കിലും ജാനു ജീപ്പിൽ പോവുകയാണ്. ജീപ്പിലിരിക്കുന്ന സമയമൊന്നും കാമുകനോട് മിണ്ടുവാനൊന്നും അവൾ കൂട്ടാക്കുന്നതേയില്ല. ആശാനുള്ളതിന്റെ ദേഷ്യമായിരുന്നു ജാനുവിന്. ഒരുവിധം ജാനുവിനെ കാമുകൻ സമാധാനിപ്പിക്കുകയാണ്. ജാനു അങ്ങനെ സിറ്റിയിലേക്കും എത്തുന്നുണ്ട്. അവൾക്ക് ഒരുപാട് സന്തോഷമാകും. സ്കൂൾ യൂണിഫോം ആയതുകൊണ്ട് തന്നെ ജാനുവിന് ഒരു ടെക്സ്റ്റൈൽസിൽ കൊണ്ടുപോയി അവൾക്ക് പുതിയ ഡ്രസ്സൊക്കെ എടുത്തു കൊടുക്കുന്നു. അങ്ങനെ കാമുകനും ജാനുവും കൂടി സ്ട്രീറ്റ് ഫുഡൊക്കെ കഴിക്കുകയും ബീച്ചിലൊക്കെ പോവുകയും ചെയ്തു. അതിനുശേഷം അവർ തിരിച്ചു പോവുകയാണ്. എന്നാൽ ജാനുവിനെ കറങ്ങിയതിനു ശേഷം വീട്ടിൽ കൊണ്ടാക്കാമെന്നാണ് കാമുകൻ പറഞ്ഞത്. പക്ഷെ ഒരുപാട് ലേറ്റായി. അതേസമയം കാമുകന്റെ നാട്ടിൽ നിന്നും കോള് വരുന്നു. ജാനുവിനെ അവൻ കൊണ്ടുപോയ കാര്യം ജാനുവിന്റെ വീട്ടിലറിഞ്ഞു. നാട്ടിലാകെ പ്രശ്നം. കാമുകൻ ഈ ഒരു കാര്യമാണെങ്കിൽ ആശാനോട് പറയുകയാണ്. ഇനി ഞാൻ പറയുന്നത് നിങ്ങൾ അനുസരിച്ചാൽ മതി. എന്ത് വേണമെന്ന് എനിക്കറിയാമെന്ന് പറഞ്ഞിട്ടാണ് ആശാൻ അവരെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോകുന്നത്. ആശാൻ നേരെ അവരെ കൊണ്ടു ചെല്ലുന്നത് ഒരു ലോഡ്ജിലേക്കാണ്. ലോഡ്ജിലും റൂം എടുക്കുന്നു. എന്നിട്ട് കാമുകനോട് പോയി ഫുഡ് വാങ്ങിക്കൊണ്ട് വരുവാനായിട്ട് പറയും. കാമുകൻ പേടിച്ച് പേടിച്ച് ഫുഡ് വാങ്ങുവാനായും പോകുന്നു. തിരിച്ചു വന്ന് നോക്കുന്ന സമയത്തോ ജാനുവിനെ കാണുന്നില്ല. ബാത്റൂമിലിരുന്ന് അർദ്ധനഗ്നയായിരുന്ന് കരയുകയാണ് ജാനു. ആശാൻ അവളെ റേപ്പ് ചെയ്തു എന്നുള്ള കാര്യം അവന് മനസ്സിലായി. അടുത്ത ദിവസം ആശാൻ പറഞ്ഞതുപോലെ തന്നെ അവർ വീണ്ടും യാത്ര തിരിച്ചു. ആശാന്റെ പ്രവൃത്തിയിൽ കാമുകന് ദേഷ്യമുണ്ടെങ്കിലും ആശാനെ എതിർക്കുവാനുള്ള ധൈര്യമൊന്നും കാമുകനില്ലായിരുന്നു. ആശാൻ അവരെയും കൊണ്ട് വന്നിരിക്കുന്നത് ഒരു കൊടും കാട്ടിലേക്കാണ്. ആശാൻ എവിടെ പോകുന്നോ ആശാന്റെ പിന്നാലെ തന്നെ ജാനുവും പോവുകയാ. എന്താണെന്ന് കാമുകന് മനസ്സിലാകുന്നില്ല. ജാനുവിന്റെ നാട്ടിലെ ആചാരപ്രകാരം ഒരു പെൺകുട്ടിയുടെ ദേഹത്ത് തൊടുന്ന പുരുഷൻ പിന്നീട് അവളുടെ ഭർത്താവാണ്. തന്റെ ദേഹത്ത് തൊടുന്ന പുരുഷൻ പറയുന്നതനുസരിച്ചാണ് ജീവിക്കേണ്ടതെന്നാണ് അവരുടെ ആചാരം. അതുകൊണ്ടാണ് ആശാന് പിന്നാലെ ജാനു പോകുന്നത്. ജാനുവിനെ ആശാനാണെങ്കിലോ വെള്ളത്തിലൊക്കെ മുക്കുകയും അവളെ വെള്ളച്ചാട്ടത്തിനടുത്തേക്ക് കൊണ്ടുപോയി അവിടെ വെച്ചും ഫിസിക്കൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെടുന്നു. ഇതെല്ലാം കാമുകൻ കാണുകയാണ്. ദേഷ്യമെന്ന കാമുകനാണെങ്കിൽ ഒരു കത്തി എടുത്തു കൊണ്ടുവന്ന് ആശാനെ കുത്തിക്കൊല്ലുന്നു. അതിനുശേഷം ജാനുവിനടുത്തേക്ക് എത്തി ഞാൻ അയാളെ കൊന്നു എന്ന് പറയുകയാ. എന്നിട്ട് കാമുകനാണെങ്കിലോ മുഖം കഴുകുവാനായി പോകുന്ന സമയത്ത് ജാനുവിനത് സഹിച്ചില്ല. ജാനു ആശാന്റെ ഡെഡ് ബോഡിക്കടുത്ത് വന്നിരുന്ന് ഒരു ഭർത്താവ് മരിച്ചാൽ എങ്ങനെ കരയുമോ അതുപോലെ കരയുന്നു. അതിനുശേഷം മുഖം കഴുകിക്കൊണ്ടിരുന്ന കാമുകൻ അടുത്തേക്ക് വന്നിട്ട് ഒരു കല്ലെടുത്ത് അവന്റെ തലയിലിട്ട് അവനെ കൊന്നുകളയുകയാണ്.